ബിഗ് ബോസിനകത്ത് നമ്മുടെ ശൈത്യയും സെറ്റും റീ എൻട്രി കയറുന്നതിന് മുമ്പുണ്ടായിരുന്ന ചില നിമിഷങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ അപ്പാനിശരത്ത് വരുന്ന ദിവസമുണ്ടല്ലോ, ഫസ്റ്റ് ഡേ അപ്പാനിശരത്ത് വരുന്നുണ്ടല്ലോ. അന്നത്തെ ദിവസം നമ്മുടെ അനുമോളുടെയൊക്കെ അപ്പാനിശരത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആവുന്നുണ്ട്. അവർ രണ്ടും സംസാരിക്കുന്നുണ്ട്. അവരുടേതായ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസമാണ് ഈ ശൈത്യ വരുന്നത്. ശൈത്യ വരുന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ആകെ കൊളാബറേഷനാണ് നടക്കുന്നത്. അനുമോൾക്കെതിരെ പിന്നെ തുടരെ തുടരെ വരുന്നവരെല്ലാം അനുമോൾക്കെതിരെ മാറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ശൈത്യയും ബിൻസിയും നമ്മുടെ മുൻഷി രഞ്ജിത്തും കൂടാണ് വരുന്നത്. ആ ടൈമില് അതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ നമ്മുടെ അപ്പാനി ശരത്തും അനുമോളും തമ്മിൽ കുറെ നല്ല നിമിഷങ്ങളുണ്ട്. അന്ന് ആദിലയും നൂറയൊക്കെ ചേർന്ന് മേക്കപ്പ് റൂമിലിരുന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അന്നേരം അക്ബറും കൂടെയുണ്ട്. അവർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ അതിനുശേഷമാണ് ശൈത്യ എന്ന് പറയുന്ന സാധനം വരുന്നത്. ബിൻസിയും കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് പിന്നെ ആകെ ബഹളമാണ്. അനുമോളെ പിന്നെ ശൈത്യയുടെ ബിൻസിയുടെ കൂടെ ചേർന്ന് അപ്പാനി ശരത്തും അക്ബറും ഒക്കെ ചേർന്ന് ആദിലയും നൂറയൊക്കെ ചേർന്ന് ആക്രമിക്കുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ നമ്മുടെ അപ്പാനി അക്ബറും ഒക്കെ അനുമോളും ഒക്കെ ആയിട്ട് നൂറയും ആദിലയൊക്കെ ആയിട്ട് അവിടെ മേക്കപ്പ് റൂമിൽ സംസാരിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്നു. ഈ പുതിയ ആൾക്കാർ റീ എൻട്രി ചെയ്തതിന് ശേഷം ആദില നൂറ് ടോട്ടലി അങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാറിയിട്ട് അവർ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് ആദിലയും നൂറയും കടന്നു ചെല്ലുകയും അവർ തന്നെ അവരുടെ കുഴി തോണ്ടുകയും ചെയ്യുന്നുണ്ട്. ആദിലയും നൂറയ്ക്ക് പുറത്ത് പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ അനുമോള് കാരണം നിങ്ങൾക്കും പ്രശ്നങ്ങളാണെന്ന് ശൈത്യ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആദിലയും നൂറയും അനുമോൾക്കെതിരായിട്ട് തിരിയുന്നത്. എന്നാൽ ശൈത്യയുടേതായ പ്രശ്നങ്ങളുമായിട്ട് അവിടെ വരുമ്പോൾ ആദിലയും നൂറയും ശൈത്യ പറയുന്നത് കേട്ടിട്ട് അയ്യോ പുറത്ത് ഞങ്ങൾക്കെതിരെ എന്തൊക്കെയോ PR വർക്കുകൾ നടക്കുന്നുണ്ടാവും, അതായിരിക്കും ഇത്ര വിഷമം എന്നൊക്കെ പറഞ്ഞാണ് ആദിലയും നൂറയും അനുമോൾക്കെതിരെ തിരിയുന്നതും അവർക്കതൊരു പാരയായിട്ട് മാറുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ശൈത്യമൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ അപ്പാനി ശരത്തും ഒക്കെ ആയിട്ട് ആ മേക്കപ്പ് റൂമിൽ അവർ വർത്തമാനം പറയുന്ന നല്ല കുറെ നിമിഷങ്ങളുണ്ട്. അക്ബറും ആ സ്പോട്ടിലുണ്ട്. കാരണം പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നമ്മുടെ മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന റീ എൻട്രികളാണ് തുടക്കത്തിലേ കാണിച്ചത്. അവർ ഹാപ്പി ആയിട്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ ഈ